പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇറാനിൽ നിന്ന് ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ വേണ്ടിവന്നാൽ തിരിച്ചടിക്കാനുള്ള സൈനിക സന്നാഹങ്ങൾ സൗദി അറേബ്യ ഒരുക്കിയതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. എണ്ണ ഉൽപാദനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇനിയും ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് സൗദി ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്നാണ് റിപ്പോർട്ട്. സൗദി അറേബ്യയിലെ വമ്പൻ എണ്ണ ശുദ്ധീകരണശാലയായ റാസ് തന്നൂറയ്ക്ക് നേരെ തിങ്കളാഴ്ച ഇറാന്റെ ഡ്രോണാക്രമണവും ഉണ്ടായിരുന്നു. ഇവ തകർത്തെങ്കിലും അവശിഷ്ടങ്ങൾ പതിച്ച് തീപിടുത്തമുണ്ടായി, തീയണച്ചു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയിലൊന്നാണ് അരാംകോയുടെ ഉടമസ്ഥയിലുള്ളത്. ആക്രമണത്തെ തുടർന്ന് ഒരു ഭാഗത്തിന്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവയ്ക്കുകയാണെന്ന് ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിരുന്നു. ദിവസം 55,000 വീപ്പ എണ്ണയാണ് ഇവിടെ ശുദ്ധീകരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ പോർട്ടുകളിലൊന്നും ഇവിടെയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യവുമാണ് സൗദി. ഗൾഫിലുള്ള കിഴക്കേ തീരത്താണ് അവരുടെ ഭൂരിഭാഗം എണ്ണപ്പാടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളത്. നേരെ എതിർവശത്താണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത്. അതേസമയം റിയാദിലെ US എംബസിക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണവും നടത്തി. 2 ഡ്രോണുകളാണ് ആക്രമണം നടത്തിയത്. ഇതേ തുടർന്ന് എംബസി കെട്ടിടത്തിന് തീപിടിച്ചതായി സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചിരുന്നു. റിയാദിലെ നയതന്ത്ര മേഖലയെ ലക്ഷ്യമിട്ടെത്തിയ 4 ഡ്രോണുകളെ സൗദി വ്യോമ പ്രതിരോധ സേന വെടിവെച്ച് വീഴ്ത്തി. ഇറാന്റെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങാൻ പൗരന്മാർക്ക് അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ബഹ്റൈൻ, ഈജിപ്ത്, ഇറാൻ, ഇറാഖ്, ഇസ്രയേൽ, ഗാസ, ജോർദാൻ, കുവൈറ്റ്, ലബനൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യമൻ എന്നിവിടങ്ങളിൽ നിന്ന് പൗരന്മാരോട് മടങ്ങാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. റിയാദിലെ എംബസി ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടിച്ചതായി ഇറാൻ അറിയിച്ചു. ഇതിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനും തീയിടുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണം ശക്തമായ സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കവും വരുന്നത്. അതേസമയം യൂറോപ്യൻ രാജ്യമായ സൈപ്രസിൽ സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷ് വ്യോമത്താവളം ഒഴിപ്പിച്ചു. സൈപ്രസിലെ 2ാമത്തെ വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമായ പാഫോസും ഒഴിപ്പിച്ചു. ആക്രോട്ടീറിയിലെ വ്യോമസേനാ താവളത്തിലെ റൺവേയിൽ തിങ്കളാഴ്ച ഇറാന്റെ ഡ്രോൺ തകർന്നു വീണിരുന്നു. ചെറിയ നാശനഷ്ടമുണ്ടായതായി സൈപ്രസ് പ്രസിഡന്റ് പറഞ്ഞു. ഇതേ തുടർന്നാണ് ബ്രിട്ടൻ ഇവിടെ ഒഴിപ്പിച്ചത്. ഇവിടെ നിന്നും 50 കിലോമീറ്റർ മാത്രം അകലെയാണ് പാഫോസ് വിമാനത്താവളം. ഇറാനു നേരെ നടത്തുന്ന ആക്രമണത്തിൽ ബ്രിട്ടന്റെ സേനാതാവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥനയ്ക്ക് സമ്മതമറിയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഞായറാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ യുദ്ധത്തിൽ US-നും ഇസ്രയേലിനുമൊപ്പം ബ്രിട്ടൻ ചേരില്ലെന്നും ഇറാഖ് യുദ്ധത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടുണ്ടെന്നും തിങ്കളാഴ്ച അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് സൈപ്രസിലെ സേനാതാവളത്തിൽ ആക്രമണമുണ്ടായത്. അതേസമയം ഇറാന് നേരെയുള്ള ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണത്തെ ന്യായീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരുന്നു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ലോകത്തിന് ഭീഷണിയാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ട്രംപ്. മുന്നറിയിപ്പുകളെല്ലാം ഇറാൻ അവഗണിച്ചു. ഇനിയും സൈനിക നടപടി തുടരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ലോക സുരക്ഷയ്ക്കാണ് ഇറാനെ ആക്രമിച്ചത്. ബലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. എത്ര കാലം യുദ്ധം തുടരാനും അമേരിക്കയ്ക്ക് സാധിക്കും. ഇറാൻ നാവികസേനയുടെ 10 കപ്പലുകളാണ് തകർന്നതെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.